everyone, welcome to XandY Learning. ഒരു ടീച്ചേഴ്സ് ഡേ കൂടി നമ്മളിലേക്ക് എത്തിയിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെക്കുറിച്ചും പഠന രീതികളെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും ടീച്ചേഴ്സിനെ കുറിച്ചുമെല്ലാം ചർച്ച ചെയ്യുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ചില ചിത്രങ്ങളുണ്ട്, ചില ടീച്ചേഴ്സിൻ്റെ രൂപമുണ്ട് അല്ലേ? ഞാൻ വായിച്ചതിൽ വെച്ച് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ടീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ടോട്ടോ ചാനിലെ കൊബയാഷി മാസ്റ്ററാണ്. നിങ്ങളിൽ എത്ര പേർ ടോട്ടോ ചാൻ വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷേ ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു പുസ്തകം കണ്ടെത്തി വായിക്കേണ്ടതുണ്ട്. തെത്സുഗോ കുറിയോനഗി എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് എഴുത്തുകാരി, അവരൊരു TV ആങ്കറാണ്, യുനിസെഫിൻ്റെയൊക്കെ ഗുഡ് വിൽ അംബാസിഡറാണ്. അങ്ങനെ പല നിലക്കും തിളങ്ങിയിട്ടുള്ള ആ ഒരു വ്യക്തി, അവർ തൻ്റെ കുട്ടിക്കാലത്ത് ചോമോ എന്ന് പറയുന്ന സ്കൂളിലെ ആ അനുഭവങ്ങൾ ഒരു പുസ്തകമായി രൂപപ്പെടുത്തിയപ്പോൾ ഏകദേശം 90 വർഷമായി ആ പുസ്തകം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും അതിലെ ഓരോ അനുഭവ കഥകളും ഒരുപാട് ടീച്ചേഴ്സിനുള്ള വെളിച്ചമായിട്ടാണ്, കുട്ടികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമായിട്ടാണ് ടോട്ടോ ചാൻ ജനാലക്കരികിലെ വികൃതി കുട്ടി എന്നുള്ള ആ ഒരു പുസ്തകം നമ്മൾ വായിക്കാറുള്ളത്. പല സ്കൂളുകളിൽ നിന്നും വികൃതി കാരണം അവസാനം ടീച്ചേഴ്സ് അവിടെ നിന്നും പുറത്താക്കപ്പെട്ട കുഞ്ഞു ടോട്ടോ അവസാനം എത്തിച്ചേർന്നത് കൊബയാഷി മാസ്റ്റർ നടത്തുന്ന ചോമോ എന്ന് പറയുന്ന സ്കൂളിലാണ്. ഒരിക്കലും ഒരു സാധാരണ സ്കൂൾ പോലെ 4 ചുവരുകൾക്കുള്ളിൽ ഓരോ ടൈം ടേബിൾ വെച്ച് ഓരോ ടീച്ചേഴ്സ് വന്ന് കേവലം നടത്തുന്ന പ്രസംഗമായിട്ടല്ല കുഞ്ഞു ടോട്ടോക്ക് ഈ പറഞ്ഞ ടോമോ സ്കൂളിലെ അനുഭവമായിട്ടുള്ളത്. നേരെ മറിച്ച് ടോമോ സ്കൂളിലേക്ക് ആദ്യമായി വരുന്ന ദിവസം തന്നെ കൊബയാഷി മാസ്റ്ററാണ് അവിടുത്തെ പ്രധാന അധ്യാപകൻ, ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ളത്. കൊബയാഷി മാസ്റ്റർ തൻ്റെ അടുത്തേക്ക് കുഞ്ഞു ടോട്ടോയെ വിളിച്ച് അവൾക്ക് പറയാനുള്ളതെല്ലാം പറയാനുള്ള അവസരം കൊടുക്കുകയാണ്. ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ കുട്ടികളെ കേൾക്കുന്ന ഒരാളാവണം എന്നുള്ള വലിയ ഒരു പാഠമാണ് യഥാർത്ഥത്തിൽ ആ ഒരു കൊബയാഷി മാസ്റ്റർ നമുക്ക് നൽകുന്നത്. തനിക്ക് തോന്നിയ എന്തെല്ലാം കാര്യമുണ്ടോ ഒരു കുട്ടിയുടെ മനസ്സിൽ, പ്രത്യേകിച്ച് 1ാം ക്ലാസ്സിൽ കയറുന്ന ഒരു കുട്ടിയുടെ മനസ്സിൽ എന്തൊക്കെ ചെറിയ കാര്യങ്ങളായിരിക്കുമോ ഉണ്ടാവുക, അത് മുഴുവൻ തൻ്റെ അധ്യാപകൻ കേട്ടു നിൽക്കുകയും അവരുമായിട്ട് മാനസികമായിട്ട് അടുപ്പിക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് യഥാർത്ഥത്തിൽ കൊബയാഷി മാസ്റ്റർ കുഞ്ഞു ടോട്ടയോട് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല അതൊരു സാധാരണ സ്കൂളല്ല, നമുക്കറിയാം തീവണ്ടിയുടെ ആകൃതിയിൽ ഉണ്ടാക്കിയ ഒരു ബോഗിയായിട്ടാണ് ആ സ്കൂളുള്ളത്. അതിലെ ഓരോ ക്ലാസ് ഇടവും ഓരോ ഇരിപ്പിടങ്ങളും ഉള്ളത്. ഓരോ ടൈം ടേബിൾ അനുസരിച്ച് ഇഷ്ടപ്പെട്ട വിഷയം പഠിച്ചു തുടങ്ങാൻ ആ ഒരു സ്കൂളിൽ ഒരു പ്രത്യേക സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ചില കുട്ടികൾക്ക് സയൻസിനോടായിരിക്കും ഇഷ്ടം, അവർ ശാസ്ത്ര പരീക്ഷണങ്ങളായിരിക്കും ചെയ്തു തുടങ്ങിയിട്ടുണ്ടാവുക. മറ്റു കുട്ടിക്ക് ഗണിതത്തിനോടായിരിക്കും, കണക്കിനോടായിരിക്കും താല്പര്യം ഉണ്ടാവുക. അവൻ കണക്കിലെ ക്രിയകളും അതിലെ കാൽക്കുലേഷൻസ് ആയിരിക്കും ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. മറ്റൊരു കുട്ടിക്ക് സ്പോർട്സിനോടായിരിക്കും താല്പര്യം ഉണ്ടാവുക, ചിലർക്ക് എഴുത്തിനോടായിരിക്കും താല്പര്യം ഉണ്ടാവുക. ഇങ്ങനെ ഏത് വിഷയത്തിൽ നിന്നും തുടങ്ങുവാനുള്ള ഒരു സ്വാതന്ത്ര്യം ആ സ്കൂളിൽ കൊബയാഷി മാസ്റ്റർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നും ആ ഓരോ കുട്ടിയുടെയും നൈസർഗികമായിട്ടുള്ള കഴിവുകൾ എന്താണെന്ന് കണ്ടെത്തുവാനും കാലക്രമേണ അവൻക്കിഷ്ടപ്പെട്ട ഒരു ഫീൽഡിൽ തന്നെ, അവൻ ഏത് ഫീൽഡിനോടാണോ പാഷനേറ്റ് ആയിട്ടുള്ളത് ആ പാഷനേറ്റ് ആയിട്ടുള്ള വിഷയം അവർക്ക് കൂടുതൽ ആസ്വദിച്ച് പഠിക്കുവാനുള്ള താല്പര്യം കണ്ടെത്തുവാൻ ഒരു ടീച്ചർ മുഖേന തന്നെ അവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സിസ്റ്റം ടോമോ സ്കൂളിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ആ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ആലോചിച്ചൊക്കെ അങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അത് എത്രത്തോളം പോസിബിളാണ് അല്ല എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ ഒരു കുട്ടിക്ക് മുഴുവൻ കാര്യങ്ങളും സ്വതന്ത്രമായിട്ട് ഇഷ്ടമുള്ളിടത്ത് നിന്ന് പഠിച്ചു തുടങ്ങാനുള്ള ഒരു അവസരമുണ്ടെങ്കിലോ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ആ ഒരു കുട്ടിക്ക് ഉണ്ടാവുക അല്ലേ? മാത്രവുമല്ല, 1ാമത്തെ ദിവസം തന്നെ ടോട്ടോ ചാൻ തൻ്റെ സ്കൂളിലേക്ക് കയറി വന്നപ്പോൾ അവിടെ ഓരോ വ്യത്യസ്ത രൂപത്തിലാണ് തൻ്റെ കാഴ്ചകളെ ആ പുസ്തകത്തിലൂടെ വർണ്ണിക്കുന്നത്. അവർ 1ാം ദിവസം ക്ലാസ്സിൽ കയറി വന്നു കഴിഞ്ഞാൽ അധ്യാപകൻ എത്രത്തോളം കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും കാര്യത്തിൽ വരെ അവർ ഇടപെടുന്നുണ്ട്. മലകളിൽ നിന്നുള്ള പങ്കുണ്ടോ, കടലിൽ നിന്നുള്ള പങ്കുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഉച്ചയൂണിൻ്റെ സമയത്ത് അധ്യാപകൻ കുട്ടികളോട് ഉറക്കെ ചോദിക്കുന്നത്. ആ ഒരു സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലകളിൽ നിന്നുള്ള പങ്കെന്ന് പറഞ്ഞാൽ പച്ചക്കറി പോലെയുള്ള ഭക്ഷണങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടോ അത് ടീച്ചർക്ക് കാണിച്ച് കൊടുക്കേണ്ടതുണ്ട്.
കടലിൽ നിന്നുള്ള പങ്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ മത്സ്യമടക്കമുള്ള ആ രൂപത്തിലുള്ള ഭക്ഷണം അവരുടെ ടിഫിൻ ബോക്സിൽ ഉണ്ടോ എന്നാണ് അധ്യാപകൻ ചോദിക്കുന്നത്. അപ്പം ഈ 2 ടൈപ്പുമുള്ള ഭക്ഷണ കാര്യങ്ങൾ തൻ്റെ കുട്ടിയുടെ ആരോഗ്യത്തിൽ വരെ ഒരു ടീച്ചർ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ വായിക്കുമ്പോൾ, ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ പഠിച്ച ചില അറിവുകൾ കുട്ടികളുടെ ബുദ്ധിയിലേക്ക് അടിച്ചു കയറ്റുന്ന ഇന്നത്തെ പലപ്പോഴും കാണാറുള്ള ഒരു സമ്പ്രദായത്തിൽ അപ്പുറത്ത് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളിലേക്കും ഇടപെടുന്ന ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ ആയിരിക്കണം, ടീച്ചർ ഒരു ഗൈഡ് ആയിരിക്കണം, ടീച്ചർ ഒരു മെൻറ്റർ ആയിരിക്കണം എന്നുള്ള വലിയ ഒരു പാഠം യഥാർത്ഥത്തിൽ ടോമോ സ്കൂളിലൂടെ നമുക്ക് പഠിക്കുവാൻ ഉണ്ട്. ആദ്യമായിട്ട് സ്കൂളിൽ വന്ന് ചില കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം അവർ നടക്കാനിറങ്ങും. അതാണ് അത്ര ആ സ്കൂളിലെ സിസ്റ്റമായിട്ടുള്ളത്. നടക്കാനിറങ്ങുമ്പോൾ കേവലം ജസ്റ്റ് കുട്ടികൾ തമ്മിൽ സംസാരിക്കാനുള്ള ഒരു അവസരമായിട്ടല്ല ഉള്ളത്, നേരെ മറിച്ച് പ്രകൃതിയെക്കുറിച്ച് അവർ പഠിക്കുകയാണ്. പൂക്കൾ വിടരുന്ന ആ ഒരു ഗാർഡനിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ അവിടെ ടീച്ചർ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് പൂക്കൾ ഇങ്ങനെ വിടരുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് പൂവുണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ അവിടെ മെയിൽ ഫ്ലവർ ഉണ്ടെന്നും ഫീമെയിൽ ഫ്ലവർ ഉണ്ടെന്നും പോളിനേഷൻ നടന്നിട്ടാണ് അത് പുതിയ പൂവുകളായിട്ട് അല്ലെങ്കിൽ പുതിയ സസ്യങ്ങളായിട്ട് മാറുന്നതെന്നുമുള്ള സയൻസിലെ ഒരു ഭാഗം ആ ടീച്ചർ അനുഭവങ്ങളിലൂടെ കുട്ടികളിലേക്ക് പഠിപ്പിക്കുകയാണ്. ഒരു ദിവസം കുഞ്ഞു ടോട്ടോ വന്നപ്പോൾ കാണുന്നത് കൊബയാഷി മാസ്റ്റർ പ്രസംഗിക്കുകയാണ്. ഇന്ന് നിങ്ങൾക്ക് പുതിയ ടീച്ചറാണ് ഉള്ളത്. പുതിയ ടീച്ചറിന്റെ രൂപവും ഭാവവും കണ്ടപ്പോൾ കുട്ടികളെല്ലാം ആകെ അങ്കലാപ്പിലാവുകയാണ്. കാരണം ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്ന് പറയുന്ന ലുക്കില്ലാത്ത ഒരു പുതിയ ആളെ അവർ കാണുന്നു. പക്ഷേ അവർ നേരെ പോകുന്നത് അവരുടെ കൃഷിയിടത്തിലേക്കാണ്. എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്, എങ്ങനെയാണ് വിത്ത് വിതയ്ക്കേണ്ടത്, എങ്ങനെയാണത് വളർന്നു വലുതാകുന്നത്, പ്രകൃതിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ആ ഒരു കുട്ടികളുടെ മനസ്സിൽ പ്രകൃതിയോടുള്ളൊരു ഇണക്കവും അതിലൂടെ തന്നെ അവർക്ക് സയൻസും അതോടൊപ്പം തന്നെ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസും ഒക്കെ പഠിക്കാനുള്ള ഒരു അവസരം ഒരു കർഷകനായിട്ടുള്ള ഒരു വ്യക്തിയെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ടീച്ചറായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര മനോഹരമായിട്ടാണ് കുട്ടികളിലെ അനുഭവങ്ങളിലേക്ക് പഠനത്തിൻ്റെ യാതൊരു ബോറടിയും ഇല്ലാതെ ഈ പറഞ്ഞ കൊബയാഷി മാസ്റ്റർ കുട്ടികളുടെ മനസ്സിലേക്ക് തൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ മനസ്സിലേക്ക് എന്ത് ചെയ്യാണ്, അവർ അത് കൃത്യമായി എഴുതപ്പെടുകയാണ്. ഏതൊരു കുട്ടിയുടെയും മനസ്സിൽ ചില പേടികൾ ഉണ്ടാകും. ആ പേടികളെ മാറ്റുവാനുള്ള ഒരു ട്രിക്ക് കൂടി കൊബയാഷി മാസ്റ്റർ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിയെ പേടിയിലൂടെ തന്നെ മാറ്റുക. മുള്ളിനെ നമ്മൾ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് പറയല്ലോ, അതേപോലെയാണ് കൊബയാഷി മാസ്റ്ററുടെ സിസ്റ്റം ഉള്ളത്. ഒരു കുട്ടിക്ക് ഇരുട്ടിനോട് ഭയങ്കര പേടിയാണ് കുറേ കുട്ടികൾക്ക്. എങ്കിലും അവർ ചെയ്യുന്ന കാര്യം എന്താണെന്നോ, എല്ലാ കുട്ടികളെയും പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഒരു വണ്ടിയിൽ കയറ്റും. എന്നിട്ട് രാത്രിയിൽ എല്ലാ ലൈറ്റും ഓഫാക്കിക്കൊണ്ട് ഇരുട്ടിലൂടെ കുട്ടികളെ സഞ്ചരിപ്പിക്കുന്നു. ഒരു കുട്ടിക്ക് വെള്ളത്തോട് പേടിയാണെങ്കിൽ ആ കുട്ടിയെ തൻ്റെ എല്ലാ പ്രൊട്ടക്ഷനും നൽകിക്കൊണ്ട് തന്നെ വെള്ളത്തിലേക്ക് എന്ത് ചെയ്യാണ്, അത് തള്ളിയിടുകയാണ്. അതോടുകൂടി വെള്ളത്തിലൂടെ ആ കുട്ടി ഒരല്പം പ്രയാസപ്പെടുമെങ്കിൽ പോലും വെള്ളത്തോടുള്ള പേടി പതിയെ പതിയെ മാറ്റിയെടുക്കുകയാണ്. തൻ്റെ കുട്ടികളിൽ പലരും ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണ്. ആ കുട്ടികൾക്ക് മറ്റുള്ള കുട്ടികൾ നൽകുന്ന പരിഗണനയും ആ കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും ഈ ഡിസേബിൾഡ് ആയ കുട്ടികൾ മാത്രം വിജയിക്കുന്ന ചില ഗെയിമുകളുമെല്ലാം ഈ പറഞ്ഞ ടോമോ സ്കൂളിൽ കൊബയാഷി മാസ്റ്റർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതോടുകൂടിയിട്ട് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളും തങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ പലപ്പോഴും കഴിവുകൾ കൂടുതലാണെന്നുള്ള തിരിച്ചറിവ് നൽകുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ മുഴുവൻ കുട്ടികളുടെയും അവരുടെ എന്താണോ നൈസർഗികമായിട്ടുള്ള കഴിവുകളുള്ളത് അത് പരിപോഷിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ തൻ്റെ ഫ്യൂച്ചർ എവിടെയാണെന്ന് കണ്ടെത്തുവാനും ടോമോ സ്കൂളും കൊബയാഷി മാസ്റ്ററും അവിടെ ഇടപെടുന്നതായിട്ട് നമുക്ക് കൃത്യമായിട്ട് ടോട്ട ചാനലിലൂടെ വായിക്കാൻ സാധിക്കും. ഈ പറഞ്ഞ കൊബയാഷി മാസ്റ്ററും ടോമോ സ്കൂളും ഒക്കെ ഇക്കാലത്തും നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ ഒരു പക്ഷേ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ അവിടെ നമുക്ക് ആ ഒരു ടോട്ടോ ചാൻ എന്നുള്ള ആ പുസ്തകത്തിലൂടെ ലഭിക്കുന്ന ഒരുപാട് പുതിയ കാഴ്ചപ്പാടുകൾ ഇന്നും നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. സ്കൂൾ എന്ന് പറയുന്നത് കേവലം 4 ചുമരുകൾക്കുള്ളിലുള്ള അറിവുകളുടെ സ്വാംശീകരണമല്ല, കേവലം അനുഭവങ്ങളിലൂടെ അത് തിരിച്ചറിഞ്ഞ് തൻ്റെ ഫ്യൂച്ചർ എവിടെയാണെന്ന് കണ്ടെത്തുന്ന ഈ ഒരു രീതി
തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് പുതിയ തിരിച്ചറിവുകളും നൽകിയ ഒരു പുസ്തകമാണ് യഥാർത്ഥത്തിൽ ടോട്ടോച്ചാൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാർ എന്ത് ചെയ്യുക, അതൊന്ന് കണ്ടെത്തി വായിക്കുക. എന്നെ കേൾക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊബയാഷി മാസ്റ്ററിൽ ചില പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അധ്യാപക ദിന ആശംസകൾ നേർന്നുകൊണ്ട് പുതിയ അറിവുകളും പുതിയ രീതികളുമായിട്ട് നമ്മൾ പഠനത്തെ കൂടുതൽ ആസ്വാദകരമാക്കുന്ന രൂപത്തിലേക്ക് പഠനത്തെ മാറ്റിയെടുക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്